ഹലോ നമസ്കാരം. ഇപ്പോൾ ഏകദേശം 10:30 ഞാനിപ്പോൾ എറണാകുളത്താണ്. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തണുത്തായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് വന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം കച്ചേരിപ്പടിയിലാണ്. എറണാകുളം കച്ചേരിപ്പടി ജംഗ്ഷന് തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് അമൂലിൻ്റെ ഒരു സ്റ്റോറുണ്ട്. അമൂലിൻ്റെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്. കാരണം അമൂലിൻ്റെ ഐസ്ക്രീം പാർലറാണ്. നല്ല ഇതാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നി. നല്ലൊരു പാർലറാണ്, നല്ലൊരു ഐസ്ക്രീം പാർലറാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്മൂത്തീസ്, ഷെയ്ക്സ്, അതുപോലെ നമ്മളെ ഫ്രൂട്ട് സ്ലാഡ്സ്, എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഷോപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. AC റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ TV ഉണ്ട്. ടൈം പാസിന് വാച്ച് ചെയ്യാൻ TV ഉണ്ട്. അത്യാവശ്യം നമുക്ക് വന്നിരിക്കാൻ ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവരുടെ പ്രൈസ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ വലിയൊരു കത്തി റേറ്റ് ആയിട്ട് തോന്നില്ല. അമൂലിൻ്റെ ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരു 100 തൊട്ട് നമുക്ക് നോർമൽ ഷേക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മൂത്തീസ് 130, ഫ്രൂട്ട് സലാഡ് 150, ആ റേറ്റ് കാറ്റഗറിയാണ് വരുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഒരു വാനില ഷേക്ക് കൊണ്ടുണ്ട്. ഒരു വാനില ഷേക്ക് കൊണ്ട് വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ്. വാനില ഷേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല പ്രൊഡക്റ്റാണ്. ഐസ്ക്രീംസ് ഒക്കെ അമൂലിൻ്റെയാണ്, അടിപൊളിയാണ്. നമ്മളീ കാണുന്ന ഐസ്ക്രീംസാണ് അമൂലിൻ്റെ. സ്ട്രോബെറി, വാനില, ബട്ടർ സ്കോച്ച്, മാംഗോ, ബ്ലാക്ക്ബെറി, ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട്. ഈ ഐസ്ക്രീം വെച്ചിട്ടാണ് ഇവർ നമ്മൾക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ കടയിൽ കാണുന്ന പോലെ പഴങ്ങളോ കാര്യങ്ങളോ കാണാൻ കിട്ടുന്നില്ല ഇതിലുള്ളത് ഈ ഐസ്ക്രീംസും മിൽക്കും മാത്രമാണ്. ഇപ്പം എന്തായാലും ഉള്ള വാനില ഷേക്ക് എടുത്തിട്ടുണ്ട്. കുടിച്ചു നോക്കാം. ഷേക്കാണ്. നമ്മൾ നോർമലി നമ്മൾ പറയുന്ന കടലിൽ കിട്ടുന്ന തിക്കായിട്ടുള്ള ഷേക്കല്ല, മിൽക്ക് ഷേക്കാണ്. നല്ല മിൽക്ക് ഷേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും രാത്രി ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട്, ഒരു വ്ളോഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് കേട്ടൊന്ന് തുടങ്ങട്ടെ. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.